പാഠം 357. പുലി വരുന്നേ പുലി. ഞാൻ തുറന്നുതരാം. ഇനി ഒരു കുളി കൂടി ഉണ്ട്, അത് ഭക്ഷണം കഴിഞ്ഞിട്ട്. സത്യത്തിൽ ഈ ഗുളിക കഴിക്കുന്നത് നല്ലതാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ എന്തിയാ, ഡോക്ടർ പറഞ്ഞു പോയില്ലേ? മര്യാദയ്ക്ക് കഴിയുന്നവർക്ക് ഈ ഗുളിക ഒന്നും കഴിക്കേണ്ടി വരില്ല. ഫാൻ വൃത്തിയാക്കാൻ കയറിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ് സൂക്ഷിക്കണം സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന്. അപ്പൊ പറഞ്ഞു ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്, ഫാൻ വൃത്തിയാക്കാൻ നീ എന്നെ പഠിപ്പിക്കണ്ടായിരുന്നു. ഒടുവിൽ കസേരം പറഞ്ഞ് ചളക്കം വെളുക്കും തലകുതി താഴെ വീണപ്പോ ഞാൻ നോക്കി നിന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞു. എന്തായാലും ഒരു ചെറിയ ചതവിൽ അവസാനിച്ചത് ഭാഗ്യം, ഇല്ലെങ്കിൽ എന്താവുമായിരുന്നു? എന്താവാൻ? മനുഷ്യ ചിലപ്പോ വീണെന്നിരിക്കും, വീണുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അതെ, വീണാൽ ഇങ്ങനെ ചതവോ മുറിവോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിങ്ങനെ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് നടക്കേണ്ടി വരും. അതൊക്കെ മാറാൻ മരുന്നും ഗുളിക കഴിക്കേണ്ടി വരും. ആ ഗുളിക നല്ലതാണോ ചീത്തയാണോ നോക്കിയിട്ട് അപ്പൊ കാര്യവേ ഇല്ല. വലത് കൈയാണ്. ഈ ചതവിന് പകരം ഒടിവ് വല്ലതും പറ്റിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? കരുതീർത്ത രസീതിലും വരുമാന സർട്ടിഫിക്കറ്റിലും കൈവശാവകാശ സർട്ടിഫിക്കറ്റിലും ആരോപ്പെടുമായിരുന്നു. വില്ലേജ് ഓഫീസർ കൈയൊടിഞ്ഞ് ഒപ്പിടാൻ പറ്റാത്ത അവസ്ഥയിലാവുന്നതോടെ ഈ വില്ലേജിലെ സകല കാര്യങ്ങൾ നിന്ന് പോവില്ലായിരുന്നു. ഈശ്വരൻ രക്ഷിച്ചു. നീ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസർ ഇല്ലാതിരുന്നാൽ എന്താണ് ഉണ്ടാവുക എന്നത് വില്ലേജ് ഓഫീസിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. നിനക്കത് മനസ്സിലാവില്ല, കാരണം നീ വില്ലേജ് ഓഫീസിൽ പോയിട്ടേ ഇല്ലല്ലോ. ഭാമേ, ഒരു വക്കീലിന് എന്തെങ്കിലും പറ്റിയാൽ അത് ആ വക്കീലിന്റെ 2-3 ബാധിക്കുന്ന പ്രശ്നം. പക്ഷേ ഒരു വില്ലേജ് ഓഫീസർക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് ഒരു വില്ലേജിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കും. അതെ, അതുകൊണ്ടാണല്ലോ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നവര് എന്നെയും എന്റെ കുടുംബത്തിനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ ഞങ്ങളുടെ വില്ലേജ് ഓഫീസറെയും കൂടെ രക്ഷിക്കണേ എന്ന് പറയുന്നത് അല്ലേ? എന്റെ മോഹനേട്ടാ, ഒരു വില്ലേജ് ഓഫീസർ പോയ വേറൊരു വില്ലേജ് ഓഫീസർ, അത്രേ ഉള്ളു കാര്യം. അല്ലാതെ കെ മോഹനകൃഷ്ണൻ എന്ന വില്ലേജ് ഓഫീസറെ കണ്ടുകൊണ്ടല്ല സർക്കാർ റവന്യൂ വകുപ്പ് എന്ന വകുപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് വായിച്ചു തീർന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാപ്പി തരാം, കഴിച്ചു കഴിഞ്ഞാൽ ഗുളികയും തരാം. ഈ ചതവൊക്കെ മാറി കെട്ടൊക്കെ കഴിച്ചു കളയണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ റവന്യൂ വകുപ്പിന്റെ അവസ്ഥ എന്താവും? ഹലോ, അതെ, കൊടുക്കാം. ഭാമേ, ഇപ്പൊ വരും. നിനക്ക് ചോദിച്ചില്ല. ഹലോ, അതെ, സത്യഭാമയാണ്. രാധാകൃഷ്ണൻ സാറ് വിളിക്കുമെന്ന് വിജയലക്ഷ്മി പറഞ്ഞിരുന്നു. ഞാൻ ആ കേസിന്റെ കാര്യം നോക്കി. ഹേയ്, അത് വലിയ പ്രശ്നമൊന്നുമില്ലേ സാർ, അത് ഈസി ആയിട്ട് ജയിക്കാവുന്നതേ ഉള്ളൂ. സാറിന് ഒരു ടെൻഷനും വേണ്ട. സത്യഭാമയല്ലേ സാർ പറയുന്നത്? ഓക്കെ, ഞാൻ ഏറ്റു. ശരി സാർ. സ്റ്റേറ്റ് ബാങ്കിലെ രാധാകൃഷ്ണൻ സാറ് സാറിന്റെ ഒരു കേസിന്റെ കാര്യം പറഞ്ഞിരുന്നു. എനിക്ക് സമയമില്ലാതെ പറഞ്ഞിട്ട് സാർ കേക്കണ്ടേ? ഞാൻ തന്നെ ബാധിച്ചാലേ ശരിയാകൂന്നാണ് സാർ പറയുന്നത്. ഇത്രയും ബുദ്ധിയില്ലാത്തവരെ സ്റ്റേറ്റ് ബാങ്കിലെ മാനേജർ ആക്കുന്ന ഞാൻ ആലോചിക്കുന്നു. എന്റെ മോഹനേട്ടന് അങ്ങനെ പല അഭിപ്രായങ്ങളും കാണും. പക്ഷെ പറഞ്ഞ് ശരാശരി ഒരു ദിവസം 5 കേസെങ്കിലും വരുന്നുണ്ട്. സദാനന്ദ സാർ ഇന്നലെയും ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ സത്യഭാമയ്ക്ക് സ്വന്തമായിട്ടൊരു ഓഫീസൊക്കെ തുടങ്ങിക്കൂടെ എന്ന്. ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ് മോഹനേട്ടാ, ഇനിയിപ്പോ സ്വന്തമായിട്ട് ഓഫീസ് തുടങ്ങാവുന്നതേ ഉള്ളൂ. അതിന് മാത്രം കേസല്ലേ? ഇതൊക്കെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ ഞാൻ ആലോചിക്കുന്നേ. പതിവില്ലാത്ത വർത്തമാനമാണല്ലോ. ഇവിടെ ആരുമില്ലേ? നമസ്കാരം വക്കീലേ.
നമസ്കാരം. ഞാൻ ഇന്നലെ വക്കീൽ ഓഫീസിൽ വന്നിരുന്നു. അപ്പോ വക്കീൽ കോടതിയിലാണെന്ന് പറഞ്ഞു. പോയിട്ട് ഇത്തിരി തിരക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങ് പോയി. എന്താ കാര്യം? എന്റെ ഒരു കേസിന്റെ കാര്യമാണ്. വിദ്യാലക്ഷ്മി വക്കീലിനോട് ഞാൻ പറഞ്ഞിരുന്നു. ആ വക്കീൽ പറയാ അത് കുറച്ച് കുഴപ്പം പിടിച്ച കേസാണ്. സത്യഭാമ വക്കീൽ വിചാരിച്ചാലേ കേസ് ജയിക്കുമെന്ന്. ഓ, എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ പേര് സുകുമാരനല്ലേ? വിദ്യാലക്ഷ്മിയോട് പറഞ്ഞിരുന്നു. ഞാന് ആ കേസിന്റെ കാര്യം നോക്കി. അത് കുറച്ച് കുഴപ്പം പിടിച്ച കേസാണല്ലോ. ജയിക്കുന്ന ഉറപ്പ് പറയാൻ നിന്നെ കൊണ്ട് പറ്റില്ല. എനിക്കറിയാം വക്കീലേ, പക്ഷേ സത്യഭാമ വക്കീൽ കേസ് ഏറ്റെടുത്ത ജയിക്കുമെന്ന എല്ലാവരും പറയുന്നത്. കാശ് എനിക്കൊരു പ്രശ്നമല്ല, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. വക്കീൽ അത് വാദിച്ച് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ജയിപ്പിക്കണം. അയ്യോ, ഞാൻ വാദിച്ചാൽ ജയിക്കുമെന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഞാൻ ശ്രമിച്ചു നോക്കാം, അത്രേ പറ്റുള്ളൂ. അത് വക്കീലിന്റെ വിനയം കൊണ്ട് പറയുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. വക്കീൽ വാദിച്ചാൽ ജയിക്കും, അല്ലെങ്കിൽ തന്നെ വക്കീൽ വാദിച്ചിട്ട് ജയിക്കാത്ത ഏത് കേസാ ഉള്ളത്? എന്തായാലും ഞാൻ ശ്രമിച്ചു നോക്കാം. കേസിന്റെ കടലാസൊക്കെ ആയിട്ട് ഒരു 11 മണി കഴിയുമ്പോഴേക്കും ഓഫീസിലേക്ക് വന്നാൽ മതി. അഡ്വാൻസ് എത്രയാ കൊണ്ടുവരേണ്ടത്? ആദ്യം ഞാൻ കേസൊന്ന് പഠിക്കട്ടെ, അത് കഴിഞ്ഞല്ലേ അഡ്വാൻസ് ഒക്കെ. ഇപ്പൊ എന്തായാലും പൈസ ഒന്നും വേണ്ട. എന്റെ പൊന്നു ചേട്ടാ, ഞാനും എന്റെ അനിയനും തമ്മിൽ ഒരു അതിർത്തി തർക്കം. പറഞ്ഞു വരുമ്പോ ന്യായം അവന്റെ ഭാഗത്താണെന്നൊക്കെ നാട്ടുകാർ പറയും. എന്നാലും നമ്മുടെ അഭിമാനമല്ലേ പ്രശ്നം. എനിക്ക് ഈ കേസ് ജയിച്ചേ പറ്റും. എങ്ങനെയും കേസ് ജയിക്കണമെന്ന് തീരുമാനിച്ചാ പിന്നെ കാശ് നോക്കിയിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാ സത്യഭാമ വക്കീലിനെ കാണാൻ വന്നത്. വക്കീല് കേസ് ഏറ്റെടുത്താൽ ഞാൻ രക്ഷപ്പെട്ടു. വക്കീലിന്റെ ഭർത്താവാണല്ലേ? അല്ല, സത്യഭാമ എന്റെ ഭാര്യയാണ്. ചേട്ടന്റെ ഭാഗ്യം. ഇത്രയും കഴിവുള്ള ഒരു വക്കീല് ഭാര്യയായി ഉണ്ടാവുമെന്ന് പറഞ്ഞ ഭാഗ്യം എന്നല്ലാതെ എന്തു പറയാനാ? ഞാൻ മാന്യമായി നാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പൗരനാണ്. അതുകൊണ്ട് എനിക്ക് ഒരു വക്കീലിന്റെ സഹായം ഇതുവരെ വേണ്ടി വന്നിട്ടില്ല. വേണ്ടി വരും ചേട്ടാ. എന്നെങ്കിലും ഒരു വക്കീലിന്റെ സഹായം ആവശ്യം വരാത്ത മനുഷ്യരുണ്ടോ? ഞാൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസറാണ്. അതറിയില്ലേ? അറിയില്ല. ഒരു മനുഷ്യൻ വക്കീലന്മാരെ അറിയുന്നതിന് മുമ്പ് തന്റെ നാട്ടിലെ വില്ലേജ് ഓഫീസർ ആരാണ് എന്നാണ് അറിയേണ്ടത്. സ്വന്തം നാട്ടിലെ വില്ലേജ് ഓഫീസർ ആരാണെന്ന് അറിയാത്ത നിങ്ങളൊക്കെ എങ്ങനെ രക്ഷപ്പെടാനാ? കഷ്ടം. അയ്യേ, കുറച്ചുകൂടി മാന്യന്മാരായ ആളുകളുടെ കേസ് വാദിക്കുന്നതല്ലേ നിനക്ക് നല്ലത്? നീ വലിയ വക്കീലാണെന്ന് നിന്നെ കാണാൻ വരുന്ന ചില വായു നോക്കി തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതെന്റെ വീടാണ്. ഇവിടെ വരുന്ന ആളുകൾ എന്നോട് കുറച്ചുകൂടി മാന്യമായി പെരുമാറുന്നതാണ് നിനക്ക് നല്ലത്. ആരാ ഇപ്പൊ മോഹനോട് ഒരു മാന്യമായിട്ടല്ലാതെ പെരുമാറിയത്? അയാളുടെ പേരെന്താ? സുകുമാരൻ. ഞാൻ ഇവിടത്തെ വില്ലേജ് ഓഫീസറാണെന്ന കാര്യം പോലും ആ മരങ്ങോടിന് അറിയില്ല. അങ്ങനെ ഒരാളുടെ കേസ് നീ വാദിക്കാന്ന് പറഞ്ഞാല്? സുകുമാരൻ വന്നത് ഒരു കേസിന്റെ ആവശ്യമായി ബന്ധപ്പെട്ട് എന്നെ കാണാനാണ്. എന്നെ കാണാൻ വരുന്നവര് മോഹനേട്ടൻ ആരാണെന്ന് അറിയുന്നത് എന്തിനാണ്? നിന്നെ കാണാൻ അയാൾ വരുന്നത് വക്കീൽ ഓഫീസിലേക്കല്ല, എന്റെ വീട്ടിലേക്കാണ്. എന്റെ വീട്ടിൽ വരുന്നവർ ഞാൻ ആരാണെന്ന് അറിഞ്ഞിരിക്കണം. ഇത് ചില പഴഞ്ച ഭർത്താക്കന്മാരുടെ സ്വഭാവമാണ് മോഹനേട്ട. എന്റെ ഭാര്യ എന്റെ മേലവിലാസത്തിൽ അറിയപ്പെടണമെന്നാണ് അത്തരം ഭർത്താക്കന്മാരുടെ ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാം, എന്നെ പോലുള്ള ഒരു വക്കീലിന് അങ്ങനെ ഒരു മേൽവിലാസത്തിന്റെ ആവശ്യമില്ല. അഹങ്കാരം. ഓ, നാട്ടിലുള്ള 900 വക്കീലന്മാരിൽ ഒരാള് മാത്രമാണ് നീ. ഞാനോ ഇവിടുത്തെ ഒരേ ഒരു വില്ലേജ് ഓഫീസർ. സ്വാഭാവികമായും ആളുകൾക്ക് എന്നോടൊരു ബഹുമാനം തോന്നുന്നതിൽ എന്ത് തെറ്റാണ് ഭാമേ? പക്ഷേ സുകുമാരന് തോന്നിയില്ല എന്ന് മോഹനേട്ടൻ തന്നെയാണ് ഇപ്പൊ പറഞ്ഞത്. അത് നിന്റെ കക്ഷിയുടെ വിവരമില്ലായ്മ. വിവരമില്ലാത്തത് കൊണ്ടാണല്ലോ എന്റെ കേസ് സത്യഭാമ വക്കീൽ വാദിച്ചാലേ ജയിക്കൂ എന്ന് ആ യോഗ്യം പറഞ്ഞത്. ഇതിനെ നമ്മുടെ നാട്ടിൽ അസൂയ എന്ന് പറയും. ഭാര്യ തന്നെക്കാൾ പ്രശസ്തയായി പോകുന്നത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില ആണുങ്ങൾക്കുണ്ടാവുന്ന അസുഖമാണിത്. കരം തീർത്ത രസീതിനും കൈവശാവകാശ സർട്ടിഫിക്കറ്റിനും മാത്രം മോഹനേട്ടനെ കാണാൻ വരുന്ന ആളുകളെ പോലെയല്ല എന്നെ കാണാൻ വരുന്ന ആളുകൾ. സുകുമാരൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ ബാധിച്ചാലേ കേസ് ജയിക്കുള്ളൂ. നാട്ടുകാർക്ക് സത്യഭാമയുടെ വില അറിയാം, സ്വന്തം ഭർത്താവിന് അതറിയാതെ പോയി. ഏതോ ഒരു സുകുമാരൻ സ്വന്തം അനിയനുമായിട്ടുണ്ടായ അതിർത്തി തർക്കത്തിന്റെ പേരിൽ നിന്നെ കാണാൻ വന്നതിന്റെ പേരിലാണ് ഈ അഹങ്കാരം പറച്ചിലെങ്കിൽ അത് വേണ്ട ഭാമേ.
എന്നെ കാണാൻ ഓരോ ദിവസവും എത്ര ആളുകളാണ് വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ വന്ന് ക്യൂ നിൽക്കുന്നത് അറിയാമോ? അതിന്റെ പേരിൽ ഞാൻ അഹങ്കരിക്കുന്നു അറിയാലോ. ഇവിടെ ആരും ഇല്ലേ? കണ്ടോ, എന്നെ കാണാൻ ഏതോ ഒരാൾ വന്നതാണ്. പക്ഷേ നിന്നെ കാണാൻ സുകുമാരൻ വന്നപ്പോ നീ കാണിച്ചതുപോലെ ഒന്നും ഞാൻ കാണിക്കില്ല. കാരണം ഒരു വക്കീലിന് ഒരിക്കലും ഒരു വില്ലേജ് ഓഫീസർ തോൽപ്പിക്കാനേ പറ്റില്ല. നമസ്കാരം. നമസ്കാരം. അഡ്വക്കേറ്റ് സത്യഭാമയുടെ വീടല്ലേ? ആണെങ്കിൽ വക്കീലിനെ ഒന്ന് കാണണമായിരുന്നു. എന്താ കാര്യം? വക്കീലെ, ഒരു കേസിന്റെ കാര്യം പറയാനായിരുന്നു. വിശ്വനാഥൻ വക്കീലിനെ കണ്ടപ്പോ പറഞ്ഞു സത്യഭാമ വക്കീലിനെ ഒന്ന് കണ്ട് സംസാരിക്കാൻ. എന്താ കേസ്? എന്റെ പേര് ശിവശങ്കരൻ. അതൊരു കേസാണോ? കേസതല്ല, ഞാനും എന്റെ കൂട്ടുകാരൻ ബീരാനും കൂടി ഒരു ചിട്ടി കമ്പനി നടത്തിയിരുന്നു. 5-6 കൊല്ലമായിട്ട് നടന്ന ബിസിനസ്സാ. നാട്ടിലൊക്കെ നല്ല പേരുമായിരുന്നു. പക്ഷെ ഇടയ്ക്ക് ബീരാൻ എന്നെ പറ്റിച്ചു. ഞാൻ അറിയാതെ ചിട്ടി കമ്പനിയിലെ കാശ് എടുത്ത് മറിച്ച് വേറെ ബിസിനസ് തുടങ്ങി. ഒടുവിൽ ചിട്ടി പിടിച്ചവർക്ക് കാശ് കൊടുക്കാനില്ലാതായി. ചിട്ടി കമ്പനി പോലീസ് പൂട്ടി. ഇപ്പോ നാട്ടുകാരെ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുക. കടലാസല്ല എന്റെ പേരിലായതുകൊണ്ട് ബീരാൻ തടിയൂരി. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം മേഡം. കഷ്ടം. നാട്ടിൽ എത്രയോ സഹകരണ ബാങ്കുകൾ ചിട്ടികൾ നടത്തുന്നുണ്ട്. അവിടെ ഒന്നും ചേരാതെ നിങ്ങളെപ്പോലുള്ള തട്ടിപ്പുകാരുടെ ചിട്ടിയിൽ ചേർന്ന നാട്ടുകാരെ വേണം ആദ്യം തല്ലേണ്ടത്. ശിവശങ്കരൻ ഒരു കാര്യം ചെയ്യും. ഈ സ്ഥാപനത്തിന് രജിസ്ട്രേഷനും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ഇല്ലായിരുന്നു. അതൊക്കെ ആയിട്ട് 11 മണി കഴിയുമ്പോഴേക്കും എന്റെ ഓഫീസിലേക്ക് വാ. എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നോക്കിയാ പോരാ, എന്നെ രക്ഷിക്കണം. സത്യഭാമ വക്കീൽ കൈയൊഴിഞ്ഞ പിന്നെ അഴിയെണ്ണുക വഴിയുള്ളെന്നാ എല്ലാരും പറയുന്നത്. അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. ഞാൻ ശ്രമിച്ചു നോക്കാം, അത്ര എനിക്ക് പറയാൻ പറ്റും. അപ്പൊ 11 മണിക്ക് കാണാം. എന്റെ ഓഫീസ് അറിയാലോ. സത്യഭാമ വക്കീലിന്റെ ഓഫീസ് അറിയാത്ത ആരായി നാട്ടിലുള്ളത്? ശരി, അപ്പൊ 11 മണിക്ക് കാണാം. വക്കീലിന്റെ ഹസ്ബൻഡ് ആണല്ലേ? അല്ല, അതെന്റെ ഭാര്യ. എന്തായാലും ഇങ്ങനൊരു ഭാര്യ ഉള്ളത് ഭാഗ്യം. ചേട്ടന് വെറുതെ ഇരുന്നാ മതിയല്ലോ. വക്കീൽ എന്തുമാത്രം കാശ ഉണ്ടാക്കുന്നത്. ഹലോ, അത് സത്യഭാമയാണ്. ഉവ്, സദാന സാറ് പറഞ്ഞിരുന്നു. അയ്യോ, പക്ഷെ എനിക്ക് തീരെ സമയമില്ലല്ലോ. ഈ ആഴ്ച തന്നെ 3 കേസ് സെഷൻസിൽ. എല്ലാറ്റിനും കൂടി സത്യഭാമ ഒരാളല്ലേ ഉള്ളൂ. ആ ശരി, എന്തായാലും ഞാൻ നോക്കട്ടെ. ഓഫീസിൽ ചെന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇതല്ലേ നമ്പർ? അല്ല. ഓ ശരി. PWDയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജേക്കബ് സാറിന്റെ ഒരു കേസിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതും ഈ ആഴ്ച. ഞാൻ എന്ത് ചെയ്യാനാ മോഹനേട്ടാ, സമയം കിട്ടണ്ടേ? നാട്ടിലെ ബാക്കിയുള്ള വക്കീലന്മാരൊക്കെ ചത്തുപോയാ. നാട്ടിൽ വേറെ വക്കീലന്മാരുണ്ടായോണ്ട് കാര്യമില്ലല്ലോ. കക്ഷികൾ വക്കീലിന്റെ അടുത്ത് വരുന്നത് കേസ് ജയിക്കാനല്ലേ. ജയിക്കുമെന്ന് ഉറപ്പുള്ള വക്കീലിനെ ബുദ്ധിയുള്ളവർ കാണും. അതുകൊണ്ട് എല്ലാവർക്കും സത്യഭാമയെ തന്നെ വേണം. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കെല്ലാത്തിനും കൂടെ നേരം കിട്ടണ്ടേ? ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഒരു തിരക്ക് ഒറ്റ ദിവസം കൊണ്ടുണ്ടായോ? അതാ ഞാൻ ചോദിച്ചത്. നാട്ടില് ബാക്കി ഉണ്ടായിരുന്ന ജോലി അറിയാവുന്ന വക്കീലന്മാരെല്ലാം ഇന്നലെ മരിച്ചു പോയൊന്ന്. എന്റെ മോഹനേട്ടാ, എനിക്ക് ഈ തിരക്ക് നേരത്തെ ഉണ്ടായിരുന്നതാ. പക്ഷെ ഞാൻ മോഹനേട്ടനോടൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തിനാ നമ്മുടെ തിരക്ക് മറ്റുള്ളവരെ കൂടെ അറിയിച്ച് അവർക്കൂടെ ടെൻഷൻ ഉണ്ടാക്കുന്നത്? മോഹനേട്ടനാണെങ്കിൽ കരം തീർത്ത രസീതും വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്ത് ആകെ ക്ഷീണിച്ചു വരുമ്പോ ഞാൻ എന്റെ തിരക്കൂടെ പറയുന്നത് ശരിയാണോ? അത് മാത്രമല്ല, ഞാൻ വാദിക്കുന്നത് കൊലക്കേസും അഴിമതി കേസും ഒക്കെ അല്ലേ. അത്രയും പ്രമാദമായ കേസുകളെ പറ്റി കേട്ടാൽ തന്നെ എന്റെ മോഹനേട്ടന് തല കറങ്ങും. എന്തിനാ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ സമാധാനം കൂടി ചുമ്മാ കളയുന്നത്? അഹങ്കാരം. മജിസ്ട്രേറ്റ് കോടതിയിൽ 2 കേസ് കിട്ടിന്റെ അഹങ്കാരമാ. അപ്പോ ഇവിടെ ഹൈക്കോടതി കേസ് വാദിക്കാൻ പോയാ എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഹലോ, അഡ്വക്കേറ്റ് സത്യഭാമയുടെ വീടല്ലേ? അതെ. വക്കീലിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, അത്യാവശ്യമായിരുന്നു. ഹൈക്കോടതിയിൽ ഒരു കേസിന്റെ കാര്യത്തിനാണ്. ഹലോ, ആരായിരുന്നു മോഹനേട്ടാ? അത്
എനിക്കായിരുന്നു ഒരു പോകോരന്റെ കാര്യം വേണം വിളിച്ച. മോഹനേട്ടനെ വിളിക്കുന്നവർക്ക് ഇത്ര നിസ്സാര കാര്യങ്ങൾ മാത്രമേ ഉള്ളല്ലേ? അല്ല, ഒരു വില്ലേജ് ഓഫീസറോട് വേറെന്ത് പറയാനാണ്? ഓരോരുത്തർക്കും അവരവരുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള ഇടപാടുകാരെയല്ലേ കിട്ടൂ. ഈ വാക്കുകൾ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ആ, സത്യം പറഞ്ഞ ഒരു വില്ലേജ് ഓഫീസർ ആയിരിക്കാന്ന് പറഞ്ഞ പരമസുഖമല്ലേ? എന്തൊക്കെ ചെയ്യാമെന്ന് സർക്കാർ തന്നെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. രാവിലെ കുളിച്ചൊരുങ്ങി ഓഫീസിൽ ചെല്ലുക, പറഞ്ഞു വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് മാത്രം കൊടുക്കുക, വൈകുന്നേരം തിരിച്ച് വീട്ടിൽ പോവുക, 1-ാം തീയതി ശമ്പളം കൃത്യമായി കൈനീട്ടി വാങ്ങുക, കഴിഞ്ഞു. പക്ഷെ വക്കീലന്മാരുടെ കാര്യം അങ്ങനെയാണോ? ഓരോ ദിവസവും ഓരോ തരം കേസുകളാണ്. ഒക്കെ സ്വന്തം ബുദ്ധിക്ക് പഠിച്ച് വാദിച്ച് ജയിക്കണം. ഇത്രയും പാടുള്ള ജോലിയാണ് ഇതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വക്കീലാവാൻ പോകില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി ജയിച്ച് വല്ല വില്ലേജ് ഓഫീസറും ആയിരുന്നാൽ മനസ്സമാധാനം ഉണ്ടാവുമായിരുന്നല്ലോ. എന്തോ കുഴപ്പമുണ്ട്. ആ മോഹനേട്ടാ, കൈകടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാപ്പി എടുത്തുതരാം. മോഹനേട്ടന് ഭക്ഷണം വിളമ്പി തന്നിട്ട് വേണം എനിക്കൊരു കേസിന്റെ കാര്യം വിശ്വനാഥ് സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ. എനിക്കായിരിക്കും, ഞാൻ എടുക്കാം. ഹലോ, അതെ സത്യഭാമയാണ്. ആര്? നേരത്തെ വിളിച്ചിരുന്നോ? എന്നിട്ട്? ഓ, അത് ശരി. എന്താ സാറ് വിളിച്ചത്? ഹൈക്കോടതിയിലോ? അയ്യോ, അതിനെന്താ? അത് സന്തോഷമുള്ള കാര്യമില്ലേ? ഉച്ചയ്ക്ക് 1:30 ആകുമ്പോഴേക്കും ഓഫീസിലേക്ക് വന്നാൽ മതി. ഏയ്, അതിനു മുന്നേ പറ്റില്ല. ഇന്ന് തന്നെ 4-5 കേസുകളുണ്ട്. ശരി ശരി ശരി. എന്നെ വിളിച്ച ആളോട് ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് പോക്കോരവനായി ആരോ വിളിച്ചാണെന്ന് കള്ളം പറഞ്ഞു അല്ലേ? ഞാൻ ബില്ലടയ്ക്കുന്ന എന്റെ ഫോൺ എടുത്ത് എനിക്ക് സൗകര്യമുള്ളതൊക്കെ ഞാൻ പറയും. നിന്നെ ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ നിന്റെ ഫോണിൽ വിളിച്ചാൽ മതി. മോഹനേട്ടാ, തിരക്കുള്ള വക്കീലന്മാരെ വിളിക്കാൻ ഒരുപാട് പേര് കാണും. അതിലിങ്ങനെ അസൂയപ്പെട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ ഒരു വില്ലേജ് ഓഫീസറെക്കാട്ടിലും വലുത് ജോലി അറിയാവുന്ന ഒരു വക്കീല് തന്നെയാണ്. ഈ വാക്കുകളും ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. എന്തോ ഒരു കുഴപ്പമുണ്ട്. അതെന്താണെന്നാണ് മനസ്സിലാകുന്നത്. ഒരിക്കലും ഇല്ലാത്ത പോലെ കക്ഷികൾ വരുന്നു, ഫോൺ വിളികൾ വരുന്നു, ഭാമ വളച്ചു കെട്ടി വർത്താനവും പറയുന്നു. ഓരോരുത്തർക്കും അവരവരുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള ഇടപാടുകാരെ വരികയുള്ളൂ. പറയാൻ പോലും ആക്കിയില്ല. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കോടതിയിൽ പോയിട്ടേ ഇല്ല. എന്ത് പറ്റി? എല്ലാ വക്കീലന്മാർക്കും എന്നും അങ്ങനെ കേസുണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ. എന്താ അങ്ങനെ? നാട്ടിൽ കള്ളന്മാരും കൊലപാതകങ്ങളും കൂടിക്കൂടി വരുന്നതാണല്ലോ പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ടും ഈ വക്കീലിന് മാത്രം കേസില്ലാത്തത് എന്താണെന്നോ? ഇതാണ് ഭാമ ഞാൻ പറയുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിലയും നിലയും ജോലിയും ഒരു വക്കീലിനുണ്ടാവില്ല എന്ന്. വില്ലേജ് ഓഫീസിൽ ഒരാവശ്യത്തിനും ആരും വന്നില്ല എങ്കിലും ഞങ്ങൾക്ക് മാസാമാസം സർക്കാർ കൃത്യമായി ശമ്പളം തരും. നിനക്കോ? കേസില്ലെങ്കിൽ പട്ടി. കേസുള്ളപ്പോ സർക്കാർ ഉദ്യോഗസ്ഥരെക്കാട്ടിലും കൂടുതൽ കാശ് ഞങ്ങൾക്ക് കിട്ടും. വർഷത്തിലൊരിക്കൽ ഒരു കേസുണ്ടായിട്ട് എന്താണ് കാര്യം? മാന്യനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യ ആയതുകൊണ്ട് നീ പട്ടിണിടക്കാതെ പോകുന്നു. ഇതാണ് ഞാൻ പറയുന്നത്. ഒരു വില്ലേജ് ഓഫീസറുടെ നിലയും വിലയും ജോലിയൊന്നും ഒരിക്കലും ഒരു വക്കീലിനുണ്ടാവില്ല. എനിക്ക് ഈ നാട്ടിൽ അന്തസ്സിന് ഒരു കുറവില്ല. കള്ളന്മാരുടെ ഇടയിൽ എടി, എന്നെ കാണാൻ വരുന്നവർ സമൂഹത്തിലെ യോഗ്യന്മാരായ ആളുകളാണ്. എന്നെ കാണാൻ വരുന്നതോ ഓരോരുത്തർക്കും അവരവരുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള ഇടപാടുകാരെ കിട്ടൂ. സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളുകൾ കേസിന്റെ കാര്യത്തിനായി എന്നെ കാണാൻ ഇവിടെ കയറി വരുമ്പോഴും ഇതൊക്കെ തന്നെ സാറ് പറയണം. അങ്ങനെ ആരും വരാൻ പോകുന്നില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ അടുത്ത 1 മാസത്തേക്ക് നിനക്ക് ഒരൊറ്റ കേസ് പോലും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ ഒരു അടുക്കള ഉള്ളത് കൊണ്ടും
നിനക്ക് കുറച്ച് പാചകം അറിയാവുന്നത് കൊണ്ടും ഒരു ജോലി ഇല്ലാതെ പോവില്ല. ഭാഗ്യം. അപ്പൊ അതാണ് കാര്യം. ഞാൻ ഇന്നലെ പറഞ്ഞതിന്റെ വാശി തീർക്കാനായിട്ട് അവൾ കക്ഷികളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. അത് കൊള്ളാലോ. ഹലോ. ഉത്തമ, ഞാനാ. എന്തായി വെക്കില്ലേ? ആ ശിവശങ്കരനും സുകുമാരനും ഒക്കെ അങ്ങ് വന്നല്ലോ. വന്നു. ഇപ്പൊ മൊത്തത്തിൽ 3 ഫോൺ കോളും 2 കക്ഷികളുമായി. ഇത് പോരാ. വില്ലേജ് ഓഫീസറുള്ള ആള് ഇതുകൊണ്ടൊന്നും സാറ് തോൽവി സമ്മതിക്കില്ല. പിന്നെ ഞാനൊന്ന് നോക്കട്ടെ വെക്കില്ലേ. പറ്റിയാല് 1-2 പേരെ കൂടെ ഒപ്പിക്കാം. പക്ഷെ മോനേട് സാറിന് അറിയാത്ത ആള് വേണ്ടേ? അതല്ലേ പാട്. എന്തായാലും പെട്ടെന്ന് വേണം. 1/2 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ ഓഫീസിലേക്ക് പോകും. അതിനു മുന്നേ വേണം. ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് അങ്ങോട്ട് വിളിക്കാം. ഓ ശരി. ആരായിരുന്നു? ഒരു കക്ഷിയായിരുന്നു. പുതിയൊരു കേസിന്റെ കാര്യം പറയാനായിട്ട് വിളിച്ചതാ. ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ? അല്ല, ഇതിവിടെ തന്നെയാ, മുനിസിപ്പൽ കോടതിയില്. അത് ശരി. സത്യത്തിൽ നിന്നെ സമ്മതിക്കണം ഭാമേ. ഇത്രയധികം കോടതികളിൽ ഇത്രയധികം കേസുകൾ നീ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യണ്ടേ? നാട്ടിലെ കൊടികെട്ടി ആൺവക്കീലന്മാർ ചെയ്തിട്ട് നടക്കാത്ത കാര്യമാണ് നീ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. നിന്നെ സമ്മതിക്കണം. ഇങ്ങനെയല്ലല്ലോ മോഹനേട്ടൻ സാധാരണ പറയാറുള്ളത്. വക്കീലെന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല, ആർക്കും ചെയ്യാവുന്ന ജോലിയാണ്, വില്ലേജ് ഓഫീസറുടെ ജോലിയാണ് ജോലി എന്നൊക്കെയാണല്ലോ. അതെ, അത് പക്ഷെ അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. ഒരു വക്കീലിന്റെ ശരിക്കുള്ള പാടെന്താണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. സത്യത്തിൽ നിന്നെ സമ്മതിക്കണം. നിനക്ക് ഇത്ര ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എത്ര ബുദ്ധി? അല്ല, നല്ല ബുദ്ധി ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ കക്ഷികൾ നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നത്. എന്നാൽ ഇതൊരു അപാര ബുദ്ധി ആയിപ്പോയി ഭാമേ. ഇപ്പോഴെങ്കിലും മോഹനേട്ടൻ സമ്മതിച്ചെന്നല്ലോ. ഇത് ഞാൻ നേരത്തെ സമ്മതിക്കേണ്ടതായിരുന്നു. പക്ഷെ എന്റെ ചില കണക്കൂട്ടലുകൾ തെറ്റിപ്പോയി. എന്ത് ചെയ്യാം? അതുപോട്ടെ. ഇനി കക്ഷികൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, അതോ വരാനുണ്ടോ? ഉണ്ട്, ഇനിയും കക്ഷികൾ വരും. ഓ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആഫീസ് തുടങ്ങിയാലോ? വരുന്ന കക്ഷികൾക്കും അതായിരിക്കും സൗകര്യം. വലിയ വലിയ വക്കീലന്മാരൊക്കെ അങ്ങനെയാ. വീടിനോട് ചേർന്ന് ഒരു ആഫീസ് തുടങ്ങും. ഞാൻ ആലോചിക്കുന്നുണ്ടല്ല മോഹനേട്ടാ, പക്ഷേ മോഹനേട്ടൻ ഒരു അസൗകര്യമാവില്ലേ? അയ്യോ, എന്റെ സൗകര്യം നോക്കണ്ട. നീ ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള വക്കീലല്ലേ? അപ്പോ ആ വക്കീലിന്റെ ഭർത്താവായ ഞാൻ നിന്റെ തിരക്കുകളുടെ മനസ്സിലാക്കണ്ടേ? അയ്യോ, അടുത്ത കക്ഷി വന്നിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. ആ കേസിന് ഏത് കോടതിയിലാണോ എന്തോ? മോളെ സത്യഭാമേ, മോഹനകൃഷ്ണനെ പറ്റിച്ചു എന്നാണ് നിന്റെ ധാരണ. പക്ഷേ അത്ര പെട്ടെന്ന് പറ്റിക്കാൻ പറ്റിയ ഒരാളല്ല ഞാനെന്ന് നീ മനസ്സിലാക്കും. നമസ്കാരം. നമസ്കാരം. ആരാ? എന്റെ പേര് സണ്ണിക്കുട്ടി. ഞാനൊരു കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ. ആരാ ഈ വീട് പറഞ്ഞു തന്നത്? വീട് പറഞ്ഞെന്ന് ആരായാലും എന്താ, സണ്ണി കൃത്യമായിട്ട് ഇവിടെ തന്നെ അങ്ങ് എത്തിയല്ലോ. പിന്നെ നീ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വക്കീലല്ലേ? ഈ വീട് കണ്ടുപിടിക്കാനാണോ പാട്? ആരോട് ചോദിച്ചാലും പറയല്ലോ സത്യഭാമ വക്കീലിന്റെ വീട് ഏതാണെന്ന്. കേട്ടോ സണ്ണിക്കുട്ടി, ഞാൻ ഈ സത്യഭാമ വക്കീലിന്റെ ഭർത്താവാ. മോഹനേഷൻ, വില്ലേജ് ഓഫീസറാ. പക്ഷെ എന്നെ ആളുകൾ വില്ലേജ് ഓഫീസർ മോഹനേഷൻ സാർ എന്നല്ല വിളിക്കുന്നത്. സത്യഭാമ വക്കീലിന്റെ ഭർത്താവ് മോഹനേഷൻ സാർ എന്നാണ്. ഞാൻ വന്നത് കേസിന്റെ കാര്യത്തിലാണെന്ന് മനസ്സിലായി. പക്ഷേ സത്യഭാമ വക്കീല് ഈ കേസ് വാദിക്കില്ല. ഇപ്പൊ തന്നെ ഏറ്റെടുത്തിരിക്കുന്ന കേസുകൾ വാദിച്ചു തീരണമെങ്കിൽ ഒരു 3-4 വർഷം എടുക്കും. അതുകൊണ്ട് പുതിയ കേസുകളൊന്നും ഈ വക്കീൽ എടുക്കുന്നില്ല. അല്ല മോഹനേട്ടാ, തിരക്കായാലും ഒരു കക്ഷി വരുമ്പോ എല്ലാ കക്ഷികളുടെയും എല്ലാ കേസും ഏറ്റെടുക്കണമെന്നത് നിന്റെ മര്യാദ. പക്ഷെ ഇങ്ങനെ എടുത്താൽ പോകാത്തത്ര കേസ് ഏറ്റെടുക്കുമ്പോ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണ്ടേ ഭാമേ? നിനക്ക് നിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലെങ്കിലും എനിക്ക് നിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റുമോ? ഏറ്റെടുത്ത കേസുകൾക്ക് മതി ഭാമേ. ഇനി കേസുകളൊന്നും വേണ്ട. സണ്ണി, ഈ വക്കീലിന് തീരെ സമയമില്ല.
സണ്ണി പോയി വേറെ പണിയൊന്നുമില്ലായിരിക്കുന്ന വക്കീലന്മാർ കൊണ്ട് ഈ കേസ് വാദിപ്പിക്കുക. പക്ഷെ മോഹനേട്ടാ, ഒരു പക്ഷേയുമില്ല. നാട്ടിലുള്ള കക്ഷികൾ മുഴുവൻ സത്യഭാവിക്കാനായിട്ട് അങ്ങ് തുനിഞ്ഞിറങ്ങിയ കാരണം ബാക്കി വക്കീലന്മാരൊക്കെ ഈച്ചയാട്ടിക്കൊണ്ടിരിക്കുക. ഈ കേസും സത്യഭാമ വക്കീൽ ഏറ്റെടുത്താൽ പണിയില്ലാത്ത വക്കീലന്മാര് ഈ വക്കീലിനെ പ്രാഗില്ലേ? പറയുമ്പോ ഞാൻ വില്ലേജ് ഓഫീസറാണെങ്കിലും ഈ പ്രാക്കിലും ശാപത്തിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ കേസ് സത്യഭാമ വക്കീൽ വാദിക്കില്ല. പക്ഷേ എന്ത് പക്ഷേ? തനിക്ക് മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? ഈ കേസ് വാദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. അത് വക്കീല് പറയട്ടെ. ഞാൻ പറഞ്ഞാൽ എന്താ കുഴപ്പം? ഈ വക്കീലിന്റെ ഭർത്താവാണ് ഞാൻ. ഇവിടെ ഞാൻ പറയുന്നതേ നടക്കൂ. വക്കീല് കേസ് വാദിക്കില്ല എന്ന് ഞാൻ പറഞ്ഞാൽ വാദിക്കില്ല. പിന്നെന്തിനാ വക്കീലാണെന്ന് പറഞ്ഞു നടക്കുന്നത്? ഓഹോ, വീട്ടിൽ കയറുമെന്ന് ന്യായം പറയുന്നു. സണ്ണി, നിന്നെ പറഞ്ഞു വിട്ടത് ഉത്തമനാണെന്നും ഉത്തമനെ അത് പറഞ്ഞേൽപ്പിച്ചത് ഈ നിൽക്കുന്ന വക്കീലാണെന്നും എനിക്കറിയാം. രാവിലെ വന്ന ശിവശങ്കരനും സുകുമാരനും ഒക്കെ ഈ നാടകങ്ങളുടെ ഭാഗമായി വന്നതാണെന്നും എനിക്ക് മനസ്സിലായി. ഇനി സണ്ണി പോയി കഴിയുമ്പോ അടുത്ത ആൾ വരും. ഇനി ഇമാതിരി നാടകം കളിക്കാൻ ഏതെങ്കിലും ഒരുത്തൻ എന്റെ വീടിന്റെ പടി ചവിട്ടിയാൽ ഒരു കാലം ചവിട്ടി പിടിച്ചളയും. മനസ്സിലാക്ക്. ഇയാൾ എന്തൊക്കെയായി പറയുന്നത്? ഇയാളോ ഇത്ര നേരം പറച്ചിലുണ്ടായിരുന്നുള്ളൂ. ഇനി അതങ്ങ് പ്രവൃത്തിയാവും. വിടത്തെ നീ പറഞ്ഞിട്ടാണല്ലോ ഈ സണ്ണിക്കുട്ടി ഒരു കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇറങ്ങാൻ നീ പറയുന്നത് നല്ലത്. അല്ല മോഹനേട്ടാ, ഞാൻ ഉത്തമൻ. വേണ്ട, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. നീ ഉത്തമനോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടല്ലോ. സണ്ണി, ഇറങ്ങുന്നോ അതോ ഞാൻ കഴുത്ത് കുത്തിപ്പിടിച്ച് വെളിയിറക്കണോ? എന്റെ പൊന്ന് സാറേ, താലൂക്ക് ഓഫീസിലെ സഹദേവ സാറ് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. സഹദേവ സാറിന് ഈ വക്കീലിനെ പരിചയമുണ്ടെന്ന് പറഞ്ഞേ അഡ്രസ് തന്നതും പുള്ളിക്കാരനാ. പറഞ്ഞപ്പോ വക്കീലിന്റെ ഭർത്താവ് വില്ലേജ് ഓഫീസറാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒരു ഭ്രാന്തനാണെന്ന് പറഞ്ഞിരുന്നില്ല. ബാക്കി ഞാൻ സഹദേവ സാറിനോട് പറഞ്ഞോളാം. കഷ്ടം. അല്ല സണ്ണി, ഞാനൊന്ന് പറയട്ടെ. ഒന്നും പറയണ്ട. തലയ്ക്ക് ബോധമുള്ള ആരെ കൊണ്ടെങ്കിലും ഞാൻ എന്റെ കേസ് വാദിപ്പിച്ചോളാം. വരട്ടെ. അയ്യോ, അത് ശരിക്കുള്ള കക്ഷിയായിരുന്നു. എന്തിനാ അസുഖ? എനിക്കൊരു കേസ് വരുമ്പോ അത് മോഹനോട് തന്നെ ഇല്ലാതാക്കിയാലോ? അതിപ്പോ നീ നേരത്തെ രണ്ടുപേരും നാടകം കളിക്കൊണ്ടല്ലേ പ്രശ്നമായത്? എന്നാലും ഇനി അയാളെ പുറത്തിറങ്ങി എന്തായിരിക്കും പറയുക? ഞാനൊരു കേസ് വാദിക്കുന്നില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും ഈ കേസ് തരുവോ? ഞാൻ ഒന്ന് പറയാൻ നോക്കിയാലോ? അല്ലെങ്കിൽ സഹോദരൻ ഒന്ന് ഫോൺ ചെയ്തിട്ട് അബദ്ധം പറ്റിയാണെന്ന് പറഞ്ഞാലോ? അല്ലെങ്കിൽ ഇപ്പൊ വേറെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്ന? വേറെ ഇപ്പൊ എന്താ എന്ത് ചെയ്യാൻ? കൈ വരാൻ തൊട്ടാ പോട്ടെ. പുലി വരുന്നേ എന്ന് നിലവിളിച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിച്ച കുട്ടി ഒടുവിൽ പുലി വന്നപ്പോൾ സഹായത്തിന് ആളില്ലാതെ പെട്ടുപോയ കഥ കേൾക്കാത്തവർ കാണില്ല. വക്കീലിന്റെ അതിബുദ്ധി കൊണ്ട് ഇപ്പോൾ സംഭവിച്ചതും അതുതന്നെയാണ്. ഇല്ലാത്ത കക്ഷികളെ ഉണ്ടാക്കി ഒടുവിൽ ശരിക്കൊരു കേസ് വന്നപ്പോൾ അതില്ലാതായതാണ് നമ്മൾ കണ്ടത്. വില്ലേജ് ഓഫീസറുടെയും വക്കീലിന്റെയും പരാക്രമങ്ങൾ ഇവിടെയും തീരുന്നില്ല. കൂടുതൽ നിസാരമായ കാര്യങ്ങളുമായി കാര്യം നിസാരം തുടരുന്നു.